കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ ആകർഷമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു, നിന്റെ അയൽക്കാരനെ എന്നെ പോലെ. അവൻ പ്രതിരസിച്ചു, നീ ശരീരത്തിന്റെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോവിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ പൊളിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണമാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയിൽ വന്ന് അവനെ കണ്ടു മറുവർഷത്തിലൂടെ കടന്നുപോയി. അതുപോലെ ഒരു നിറയാണ് അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരക്കാരൻ യാത്ര മധ്യേ അവൻ കിണറിന്റെ സ്ഥലത്ത് വന്ന് അവനെ കണ്ടു മനസ്സറിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും പിഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൽ വെച്ച് കെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു ചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിച്ചുകാരന്റെ കയ്യിൽ 2 ദിനാർ കൊടുത്തിട്ട് പറഞ്ഞു, അവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവ് ആവുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നൂല. കവർച്ചക്കാരന്റെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ 3 ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്നും ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. ആരാണ് എന്റെ അയൽക്കാരൻ? ആരാണ് എന്റെ അയൽക്കാരൻ? നിങ്ങളുടെ കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീട്ടിക്കൊണ്ട് ആരാണ് എന്റെ അയൽക്കാരൻ? ആരാണ് എന്റെ അയൽക്കാരൻ ചോദിച്ചു. ഇവിടെ അവരുടെ നിയമത്തിൽ ചോദിച്ച് ആരാണ് എന്റെ അയൽക്കാരൻ ചോദിച്ചു. ഇപ്പോ ഇവിടെ ഈശോ ഉണ്ട്. ആരാണ്? ഈശോ ഉത്തരം പറയാൻ പോകുമോ? ആരാണ് എന്റെ അയൽക്കാരൻ? കൈ നീട്ടിട്ട് ആരാണ് എന്റെ അയൽക്കാരൻ? എന്റെ അതുകൊണ്ട് ആരാണ് എന്റെ അയൽക്കാരൻ? ആരാണ് എന്റെ അയൽക്കാരൻ? ആരാണ് എന്റെ അയൽക്കാരൻ? ഉത്തരം പറയുന്നതാണ് ഈശോ ഉത്തരം പറയുക. സ്നേഹമുള്ളവരെ, ആരാണ് എന്റെ അയൽക്കാരൻ? അയൽക്കാരന്റെ അടയാളത്തെ കുറിക്കുന്ന രീതിക്ക് ഓരോ മനുഷ്യനകത്തും, ഓരോ തലച്ചോറിനകത്തും, ഓരോ ഹൃദയനകത്തും, ഓരോ ബുദ്ധിനകത്തും ഒരു അടയാളമുണ്ട്. സഹായത്തിന് അടയാളം. ഇപ്പൊ ചുണ്ടു നടന്നു പോവാ, അവിടെ ഒരു ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ട് വടക്കോട്ട് നിൽക്കുക, പുതിയ ആളാണ്. അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവിടെ കടലിൽ ഇരിക്കുന്ന വ്യക്തികൾ, ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ നോക്കും. ഈ ചേട്ടൻ നോക്കും, എന്താണ് ചേട്ടാ? അപ്പൊ ആ സഹോദരൻ പറയും, സഹോദര, ഡാമിക്ക് പോകുന്ന വഴി ഇതാണോ അതാണോ? എന്നെ ചുണ്ട് പടം പോയിട്ട് ഇങ്ങനെ 2 തിരിയും റോഡ്. അപ്പൊ സഹോദരൻ, ഡാമിക്ക് പോകുന്ന വഴി ഇതാണോ അതാണോ എന്ന് ചോദിക്കും. പക്ഷേ നിന്റെ അകത്ത് ഉള്ളത് സഹായിക്കുന്ന ഒരു മനോഭാവമുണ്ട്. എല്ലാ മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് നിന്നെ അറിയാൻ തന്നെ, സഹോദര എന്താണ് വേണ്ടത്,
എവിടെയാണ് പോകേണ്ടത്? അപ്പോ നീ തന്നെ അപ്പൊ ആ ഞാൻ ഡാം പോകണം വെച്ച് അതിന്റെ കൂടെ ചേട്ടാ ഇതാണ് ലെഫ്റ്റ് എടുക്ക്, ഡാം പോകാം, കല്ലുകൾ വിഴയിട്ട് അവിടെ പോയിട്ട് വീണ്ടും ലെഫ്റ്റ് എടുക്ക്, നീ ഡാം പോകും, അവിടെ ഡാം കാണാം, പൊളിക്കാം, സന്തോഷിക്കാം, അടിച്ചു പൊളിക്കും സഹോദര എന്നെ വഴി കാണിച്ചു കൊടുക്കുന്നു. വീട്ടില് ചില കാര്യങ്ങൾ പപ്പ മറന്നു പോകും, ചില കാര്യങ്ങൾ ഭർത്താവ് മറന്നു പോകും. ആ സമയത്ത് ഒന്നും കാര്യം പറയാതെ തന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇതിന് അളമറത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ പറയും, ചേട്ടാ പക്ഷെ ദൂരെ നിൽക്കുക, നീ ഇവിടെ തന്നെ പൂച്ച പോലെ അടിയും ബഹളവും ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഭാര്യ എന്താണ് ചേട്ടാ അടിയും ബഹളവും പൂച്ച പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുക പാത്രങ്ങള്? അപ്പൊ പറയും, എടി ഈ കാര്യം അത് 3 സാലറിക്ക് താഴെ ഒരു 500 അങ്ങോട്ട് ഉണ്ട്, എടുത്ത് പോയി ചേട്ടാ തിരുത്തി പറഞ്ഞു കൊടുക്കും ഭർത്താവ്. അപ്പൊ ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോ അന്വേഷിക്കുന്ന കണ്ടിട്ട് കേട്ടിട്ട് മനസ്സിനകത്തുകൊണ്ട് സഹായിക്കണം, എന്റെ ഭർത്താവ് സഹായിക്കണം എന്നുള്ള മനസ്സ് ഓരോ വ്യക്തി അകത്തുമുണ്ട്. അതേപോലെ മമ്മി ഇല്ല ഈ മരുമക്കള് പാചകം ചെയ്യുമ്പോൾ എവിടെ മുളക് പൊടി, എവിടെ മല്ലിപ്പൊടി, എവിടെ ഈ സാമ്പാർ പൊടി ഉള്ളതല്ല. ഇവിടെ പുതിയതായിട്ട് കയറിയ മരുമകളാണ്, പക്ഷെ അവിടെ ഈ മുറുക്കാനടുത്ത് കൊണ്ടിരിക്കുക മുത്തച്ഛി എന്താണ് മകളെ ഇത് മല്ലിപ്പൊടി എവിടെ അറിഞ്ഞുകൂടാ അമ്മ? അപ്പോ ആ മുത്തച്ഛി പറയും, അവന്മാരെല്ലാം 3ാമത്തെ റേക്കില് 2ാമത്തെ പാത്രം മക്കളെ, അതില് മല്ലിപ്പൊടി ഉണ്ട്, എടുത്ത് സാമ്പാർ പൊടി ഉണ്ട്, സാമ്പാർ പൊടി മക്കളെ അങ്ങനെ പറയും. അപ്പൊ സഹായിക്കുന്ന മനസ്സ് ആ മുത്തച്ഛി അകത്തുമുണ്ട്, മുത്തച്ഛനുடைய മനസ്സില് ആ ബുദ്ധിയിലെ തളച്ചൊല്ലുണ്ട്. അതുപോലെ കുട്ടിയാണ്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മൺവെട്ടിയോ കോളരിയോ സ്ക്രൂ ഡ്രൈവറോ അവിടെ ദൂരെ കിടക്കും. പല ചിന്ത, ഇലക്ട്രീഷ്യൻ പല ചിന്തകളുള്ളവൻ, അവിടെ പോണേ ഇവിടെ പോണേ എന്തിനാണ്? അപ്പൊ ചിന്ത ഈ സ്ക്രൂ ഡ്രൈവറെ ഇട്ട് മറന്നു പോകും. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുകുട്ടി എന്താണ് പപ്പ, എന്തിനാണ് തൊടാകൊണ്ടിരിക്കുന്നു? അപ്പൊ പപ്പ പറയും, സ്ക്രൂ ഡ്രൈവർ ഓടിയിട്ട് കണ്ടു കൊടുക്കും. ആ കുഞ്ഞുകുട്ടിന് അകത്ത് സഹായിക്കുന്ന മനോഭാവമുണ്ട്. അപ്പോ മനുഷ്യൻ എന്ന് വെച്ചാൽ, ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ യേശുവിനെ ദൈവത്തിന്റെ ചായലിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും അകത്ത് വരുന്ന ഹൃദയത്തിലും ആത്മാവിലും തലത്തിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒരു അടയാളമുണ്ട്. ആ അടയാളത്തിൽ പേര് സഹായിക്കുന്ന ഒരു അടയാളം. ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് കൈ കൊടുത്തു. ആദ്യം ഈശ്വരത്തെ ചോദിച്ച്, ആരാണ് എന്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചു. ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കടം പിടിച്ച്, ആരാണ് നിന്റെ അയൽക്കാരൻ ചോദിക്കും. ആരാണ് നിന്റെ അയൽക്കാരൻ ചോദിക്കും. ആരാണ് നിന്റെ അയൽക്കാരൻ? സൗണ്ട് കേൾക്കുന്നില്ല. ആരാണ് നിന്റെ അയൽക്കാരൻ? കൈ കൊടുക്കും. ഇവിടത്ത് കൂടാ. ആരാണ് നിന്റെ അയൽക്കാരൻ? ഉത്തരം പറ. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് പിടിക്കാൻ വേണ്ടിതാണ് 2ാമത് പ്രാവശ്യം ഇങ്ങനെ ഒരു ചോദ്യം. ആരാണ് എന്റെ അയൽക്കാരൻ? ഒരു വ്യക്തി കൂടെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിൽ വില്ലന്മാരാണ് മിടുക്കന്മാരാണ്. ചോദിക്കുന്നതിലും ഇങ്ങനെ പറയുന്നതിലും നമ്മളെല്ലാം മിടുക്കന്മാരാണ്. ആരാണ് എന്റെ അയൽക്കാരനെ ചോദിക്കുമ്പോൾ ആപ്പോസിറ്റിലുള്ള വ്യക്തി ആൾക്ക് ഉത്തരം പറയേണ്ട ചുമതല ഉള്ളവനാണ്, അവകാശമുള്ളവനാണ്. നീ ആരാണ് നിന്റെ അയൽക്കാരനെ ചോദിക്കുക. ഇപ്പൊ ചോദിക്കും, ആരാണ് എന്റെ അയൽക്കാരൻ? ഇപ്പൊ എല്ലാവർക്കും പേടി ഉത്തരം പറയുന്നു, അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കുന്നില്ല. ഇപ്പൊ ഉത്തരം പറ. ചോദിക്കുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾ ഉത്തരം പറയണം. ആരാണ് എന്റെ അയൽക്കാരൻ? ഉത്തരം കിട്ടിയോ? പറ. കപ്പാക്കല്ല ഉത്തരം കിട്ടി. ആരാണ്? അഞ്ചെന്റെ അയൽക്കാരൻ, കൂടെ നിൽക്കുന്ന ആൾക്കാർ. അതിന് മുമ്പേ ഒരു സന്തോഷം കൊടുത്തിട്ടുണ്ട്.
அந்த സന്തോഷത്തെ കൊടുത്തിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക. അപ്പൊ ആട്ടോമാറ്റിക് ഉത്തരം ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരാണ് എന്റെ അയൽക്കാരൻ? ഈശോടുത്ത് അങ്ങനെ നിയമത്തിൽ ചോദിച്ച് ആരാണ് എന്റെ അയൽക്കാരൻ ചോദിച്ച് ഒരു കഥയിൽ പറഞ്ഞു. ഈശോ ഒരു കഥ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് അത് ഈശോടുത്ത് അന്തർക്ക് മുൻപാകെ കറങ്ങിയിട്ട് ചോദിച്ച് ആരാണ് എന്റെ അയൽക്കാരൻ ചോദിച്ച് അത് ഉത്തരം മറുപടി പറയുക സാധാരണ രീതിക്ക് നമ്മ ഡെയിലി ജീവിത ശൈലിയിലൂടെ രീതിക്ക് നാം ഉത്തരം പറഞ്ഞ് സഹായിക്കുന്നവൻ ഒരു അയൽക്കാരനാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും പറയുക ആരാണ് എന്റെ അയൽക്കാരൻ? വീണ്ടും ഒരുപടി കൂടുതലായിട്ട് പറയാൻ പോവാ ആരാണ് നിന്റെ അയൽക്കാരൻ? ആരാണ്? ആരാണ് എന്റെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ആൾറെഡി പറഞ്ഞു ഈ മനോഭാവം അടയാളം സഹായിക്കുന്ന അടയാളം ഓരോ വ്യക്തിക്കുമുണ്ട്. അയൽക്കാരൻ എന്ന് വെച്ചാൽ എന്റെ അയൽക്കാരൻ വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ഒരു അടയാളമുണ്ട്, സഹായിക്കാൻ അടയാളം. ആ സഹായിക്കാൻ അടയാളം ഉണ്ടെന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലും കൃപയിലും അഭിഷേകത്തിലും ആശീർവാദത്തിലും നിലനിൽക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യാനി മതമുള്ള ആൾക്കാർക്കുണ്ട്. അവന്റെ ഒരു ബ്രഹ്മന നിലയ്ക്ക് അവനക്കും ഈ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ അവനക്ക് ഒരു അടയാളമുണ്ട്. ഖുർആൻ നിലയിലേക്ക് അവനക്ക് ഒരു അടയാളമുണ്ട്, സഹായിക്കുന്ന ഒരു അടയാളം. നമ്മുടെ ഗ്രന്ഥത്തിലിരിക്കുന്ന ബൈബിൾ എന്നിലേക്ക് നമുക്കും ഒരു അടയാളമുണ്ട്, സഹായിക്കുന്ന ഒരു അടയാളം. അപ്പോ ദൈവത്തിന്റെ ചായലിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ക്രിസ്ത്യാനി നിലയ്ക്ക് സഹായിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പാദങ്ങൾ നമ്മൾ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തില് നീ എന്നുള്ള വ്യക്തിക്ക് നീയേ ഉള്ളൂ പകരം. ശരീരത്തിൽ കാണാം. ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഞാനേ ഉള്ളൂ. ഞാൻ എന്നുള്ള വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റില്ല. ബെല്ല എന്നുള്ള വ്യക്തിക്ക് പകരം ലൂസ് സേവിയർ വയ്ക്കാൻ പറ്റില്ല. സേവിയർ എന്നുള്ള വ്യക്തിക്ക് ബെല്ല അനുഭവിക്കാൻ പറ്റില്ല. ഈ ലോകത്തില് നീ എന്നുള്ള വ്യക്തിക്ക് പകരം നീ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സാഹചര്യത്തിലും താമസത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി സഹായമുള്ള ഒരു അടയാളം നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ട ഒരു അടയാളമാണ്. അത് അയൽക്കാരന്റെ അടയാളമാണ്. അയൽക്കാരന് സ്വന്തമാക്കപ്പെട്ട ഒരു അടയാളമാണ്. അന്ന് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടത് നീ എന്നുള്ള വ്യക്തിക്ക് നീയെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ നീ എന്നുള്ള വ്യക്തിക്ക് നീയെ ചിന്തിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിനക്കുന്ന ഒരു തടയമുണ്ട്, നിനക്കുന്ന ഒരു വഴിയുണ്ട്, നിനക്കുന്ന ഒരു വേവുണ്ട്, നിനക്കുന്ന ഒരു ജീവിത ശൈലിയുണ്ട്, നിനക്കുന്ന ഒരു പ്രൊവക്കേഷൻ ഉണ്ട്, നിനക്കുന്ന ഒരു പുതിയ യാത്ര ഉണ്ട്, നിനക്കായിട്ടുള്ള ഒരു കൃപമുണ്ട്, നിനക്കായിട്ടുള്ള ഒരു അഭിഷേകമുണ്ട്, നിനക്കായിട്ടുള്ള ഒരു ആശീർവാദമുണ്ട്. അത് തന്നെ അയൽക്കാരന്റെ അടയാളങ്ങളാണ്. അപ്പോൾ അയൽക്കാരന്റെ അടയാളം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കൊണ്ട് നീയായിട്ട് നിൽക്കുമ്പോൾ നിനക്കായിട്ടുള്ള വഴി കണ്ടെത്തി ആ വഴിയിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടുമുട്ടും. ചുണ്ടുപാടൊക്കെ നെടുമ്പങ്ങാട് ആര്യങ്ങാട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ കണ്ടുമുട്ടാറുണ്ട്. നീங்களுം അന്വേഷിക്കാറുണ്ട്, നിങ്ങൾ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ അപ്പോ അയൽക്കാരന്റെ അടയാളം പതുക്കെ ഉള്ളിൽ കിടക്കുന്ന സഹായിക്കുന്ന ആ അടയാളം പുറമെ വരുന്ന ഒരു അന്തരീക്ഷമാണ് ഈ അയൽക്കാരന്റെ അന്തരീക്ഷം, അടയാളം. അവന്ന റിയൽ അയൽക്കാരൻ. അങ്ങനെ ഒരു റിയൽ അയൽക്കാരൻ എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ തലച്ചോറിൽ ഇടം പിടിക്കണമെങ്കിൽ അവനക്ക് ആദ്യം വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടുമുട്ടണമെങ്കിൽ അവനക്കായിട്ടുള്ള ഒരു ദേവാലയം ഉണ്ടാക്കണം. അവന്റെ വഴി ഒരു ദേവാലയമാണ്, അവന്റെ ചിന്ത ഒരു ദേവാലയമാണ്, അവന്റെ പ്രവൃത്തി ഒരു ദേവാലയമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ദേവാലയമാണ്, അവൻ ചെയ്യുന്ന ഓരോരോ ആക്ഷൻസും ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ നീയായിട്ടിരിക്കുമ്പോൾ, അത് സ്വന്തമാക്കുമ്പോൾ അയൽക്കാരന്റെ അടയാളം തന്നെ ഇറങ്ങി വരും, വെളിപ്പെടും.
അങ്ങനെ നിനക്കായിട്ടുള്ള ഒരു അടയാളത്തെ കണ്ടെത്തണം. നിനക്കായിട്ടുള്ള അടയാളം അത് ദേവാലയമായിരിക്കണം. ആ ദേവാലയമായിട്ടിരിക്കുന്ന ആ ദേവാലയത്തിൽ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഉണ്ടാക്കിയാൽ അതിൽ കിരുപ ഒഴുകി വരും. കിരുപ ഒഴുകി വന്നാൽ കരുണ ഇറങ്ങി വരും. കരുണ ഇറങ്ങി വന്നാൽ തീർച്ചയായിട്ടും സ്നേഹം കൂടി വരും. സ്നേഹം കൂടി വന്നാൽ തന്റെ അയൽക്കാരൻ ആരാണ് എന്നെ കൊണ്ട് കണ്ടെത്താൻ പറ്റും. എന്നെ കൊണ്ട് എന്റെ അയൽക്കാരൻ ആരാണ് കണ്ടെത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങോട്ടും ചാമിക്കൊടി ധ്യാനക്കേന്ദ്രം ഓടാൻ പാടില്ല, വെട്ടുകാട് ഓടാൻ പാടില്ല, വേളങ്ങി ഓടുന്ന ആവശ്യമില്ല, എല്ലാ ഞായറാഴ്ചകളിലും പങ്കെടുക്കണമെന്ന് ആവശ്യമില്ല. നിൽക്കുന്ന സ്ഥലത്ത് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് എഴുതാം. നല്ല ചെല്ല ലോകത്തിൽ ആദ്യം ഒരു പള്ളിക്ക് വരേണ്ട കുർബാനിക്ക് വരേണ്ട എല്ലാച്ചനായിരിക്കുള്ളൂ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് എഴുതാം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ പറ്റും. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തിയാൽ അതിൽ വരുന്ന എല്ലാ കൃപകളും സ്വന്തമാക്കി സഹായം എന്നുള്ള അടയാളത്തെ അയൽക്കാരന്റെ അടയാളമുള്ള സഹായമാണ്. அந்த സഹായം എന്നുള്ള അടയാളത്തെ കണ്ടുമുട്ടാം. അങ്ങനെ ഒരു അടയാളത്തെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത ശൈലിയിലും നമ്മുടെ തലച്ചോറിലും നമ്മുടെ ഹൃദയത്തിലും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിലും അങ്ങനെ ഒരു സഹായം ഉണ്ടാക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെയും ശിരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അഞ്ചടുകരം ഇന്നടുകൾ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അഞ്ചടുകരം ഇന്നടുകൾ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അഞ്ചടുകരം ഇന്നടുകൾ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും കാത്തുകൊള്ളണേ. സംഗീതം 47:1. God bless you, God bless you, God bless you, many people, God bless you. ഒച്ചോടി ഈശോയേ, 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 ഈശോയേ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.